എഥനോൾ എന്ന് പറയുന്നത് പഞ്ചസാര ഫെർമെന്റ് ചെയ്തുണ്ടാക്കുന്ന ഒരു ബയോഫ്യൂലാണ്. 2003 തൊട്ട് നമുക്ക് ലഭിക്കുന്ന പെട്രോളിൽ ചെറിയ അളവിൽ എഥനോൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ 2018-19 ഗവൺമെന്റ് പോളിസി മാറ്റത്തോടുകൂടി അത് 5% മാറി. 2022 അത് 10% ഉയർത്തപ്പെട്ടു. E10 പെട്രോൾ എന്ന് പറയും. 2025 ഡെഡ് ലൈൻ പ്രകാരം അത് 20% മാറാൻ പോവുകയാണ്. എഥനോൾ ബ്ലെൻഡ് ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശമായി പറയുന്നത് ഇത് പൊല്യൂഷൻ കുറയ്ക്കും എന്നുള്ളതാണ്. എഥനോളിൽ ഓക്സിജൻ അടങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് കമ്പഷൻ പെട്ടെന്ന് നടക്കും, കാർബൺ എമിഷൻ കുറയും. എന്നാൽ ഇതിൻ്റെ പിന്നിലെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് മാത്രമല്ല, ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. അതുവഴി ഗവൺമെൻറ് കോടികൾ ലാഭം ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഇതിൻ്റെ പ്രധാന ഇരയായി മാറാൻ പോകുന്നത് 2023 മുമ്പ് നിർമ്മിക്കപ്പെട്ട പെട്രോൾ എഞ്ചിൻ കാറുകളാണ്. ഹോണ്ട, ടൊയോട്ട ഒഴികെയുള്ള കമ്പനികൾ നിർമ്മിച്ച കാറുകളൊന്നും തന്നെ ഈ ഒരു അളവിൽ എഥനോൾ ബ്ലെൻഡ് ഹാൻഡിൽ ചെയ്യാൻ പര്യാപ്തമല്ല. ഇത് പ്രധാനമായിട്ട് ബാധിക്കാൻ പോകുന്നത് കാറുകളിലെ റബ്ബർ പാർട്ടുകളെയാണ്, അതായത് ഫ്യൂവൽ ലൈനുകൾ. ഈ എഥനോൾ റബ്ബർ പാർട്ടുകളെ പെട്ടെന്ന് ദ്രവിപ്പിക്കും, എഞ്ചിന് തേയ്മാനം കൂടുകയും ചെയ്യും. അതുമാത്രമല്ല, എഞ്ചിൻ മിസ്ഫയറിന് കാരണമാകുകയും കൂടാതെ എഞ്ചിൻ്റെ എഫിഷ്യൻസി കുറയ്ക്കുകയും ചെയ്യും, അതായത് മൈലേജ് കുറയുന്ന അർത്ഥം. 2025 E20 പെട്രോൾ മാത്രമാണ് പെട്രോൾ പമ്പുകളിൽ ലഭ്യമെങ്കിൽ പഴയ കാറുകൾക്കെല്ലാം വർക്ക്ഷോപ്പുകളിൽ കയറി ഇറങ്ങാൻ നേരം കാണും എന്നർത്ഥം.